तीरथ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। मधुबन तुम्हारी बाट निहारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। आबू का तीरथ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा, आना ही होगा, आना ही होगा। चारों तरफ आज दुख की घड़ी है, आओ तुम्हारी जरूरत पड़ी है। ഓം ശാന്തി. നമ്മൾ ഇന്നലെ ജഗദീഷ് ഭായിയുടെ സ്വന്തം അനുഭവം ബാബയോടൊപ്പം ഉള്ളത് പ്രഥമ പ്രഭുമിലനത്തിൻ്റെ സുന്ദര അനുഭൂതിയാണല്ലോ ഇന്നലെ നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും അത് ജഗദീഷ് ഭായിക്ക് കിട്ടിയ അനുഭൂതി എന്നതിനേക്കാളുപരി കേട്ടപ്പോൾ നമുക്കെല്ലാവർക്കും അല്ലേ നമ്മൾ ബാബയുമായി മീറ്റ് ചെയ്തതുപോലെയുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഇനി മറ്റൊരനുഭവം ഭായ് സാബ് നമ്മളോട് പറയണം. पहली बार जब मैं मधुबन गया तब मुझे कितनी ही विचित्रताएं देखने को मिली. പ്രഥമ മധുബൻ സന്ദർശനത്തിൽ എനിക്ക് എത്ര വിചിത്രമായ കാഴ്ചകൾ അവിടെ കാണാൻ കഴിഞ്ഞുവെന്നോ. യജ്ഞവത്സര് കിത്നി ഹി വത്സ് ഐസെ ബി ധേ. ബാബയുടെ യജ്ഞത്തിൽ യജ്ഞപുത്രരിൽ കുറേ പേര് കുടുംബസമേതം യജ്ഞത്തിൽ സമർപ്പിക്കപ്പെട്ടവരായിരുന്നു. ചിലർ അച്ഛനും അമ്മയും മക്കളും ഉണ്ടായിരുന്നു, ചിലർ ചെറിയമ്മ ചെറിയച്ഛൻ ആ രീതിയിൽ കുടുംബസമേതം സമർപ്പിക്കപ്പെട്ടവരുണ്ടായിരുന്നു. അമ്മയും മകളും ഉണ്ടായിരുന്നു, പതിയും പത്നിയും ഉണ്ടായിരുന്നു. അങ്ങനെ കുടുംബസമേതം സമർപ്പിക്കപ്പെട്ട അനേകരെ അവിടെ കാണാൻ കഴിഞ്ഞു. अन्य भी स्वाभाविक रूप से एक दूसरे को बहन शब्द से ही या भाई शब्द से ही संबोधित करते थे. പക്ഷേ ഭൈസാബ് പറയണ എന്നെ അത്ഭുതപ്പെടുത്തിയത് സ്വാഭാവികമായിട്ട് അവർ പരസ്പരം അഭിസംബോധന ചെയ്തിരുന്നത് ലൗകിക കുടുംബാംഗങ്ങൾ തമ്മിൽ സഹോദരി അല്ലെങ്കിൽ സഹോദരൻ എന്ന പദം തന്നെയാണ് എല്ലാവരും പരസ്പരം വിളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അത് അമ്മ മകളെയാണെങ്കിലും മകൾ അമ്മയാണെങ്കിലും ആത്മീയ സ്നേഹബന്ധത്തിൽ സഹോദരി എന്നാണ് വിളിച്ചിരുന്നത്. ജ്ഞാൻ പ്രവേശസെ പെഹ്ലേക്ക് ജീവൻ കെ സംബന്ധ ക ഭാൻ. അതായത് ഭൈസാബ് പറയണേ, ജ്ഞാനം കിട്ടുന്നതിന് മുമ്പ് അവർക്ക് ജീവിതത്തിലുണ്ടായിരുന്ന ബന്ധുത്വം എന്തായിരുന്നു, ആ ബന്ധുത്വം വർത്തമാൻ ജീവൻ ഓർ കാര്യവ്യവഹാർ മേ ഞങ്ങൾ തമ്മിൽ ഇന്ന ബന്ധുക്കളാണ്, അമ്മയും മോളുമാണ് അല്ലെങ്കിൽ പതി പത്നിയാണ് എന്ന ബോധം ഇപ്പോൾ കാര്യവ്യവഹാരങ്ങളിൽ അല്പം പോലും എനിക്ക് അവരിൽ ആരിലും കാണാൻ കഴിഞ്ഞിരുന്നില്ല. इसलिए मुझे ये देखकर प्रसन्नतायुक्त ആശ്ചര്യ ഹുവ. സന്തോഷം നിറഞ്ഞ ആശ്ചര്യം എനിക്കിത് കണ്ടിട്ട് തോന്നി. മാതേശ്വരി ജിക്ക് ലൗകിക് മാതാ, മമ്മയുടെ ലൗകിക മാതാവ് പോലും മമ്മ എന്നാണ് മകളെ വിളിച്ചിരുന്നത്. മമ്മ പറഞ്ഞ അമ്മ,
ये शब्द प्रयोग करती थी और पिताश्री जी की लौകിക് ധർമ്മപത്നി, അതേപോലെ പിതാശ്രീജിയുടെ ലൗകിക ധർമ്മപത്നി യശോദ മാതാവ് ബാബ എന്നാണ് ബ്രഹ്മബാബയെ വിളിച്ചിരുന്നത്. और भादा विश्व किशोर को उनकी धर्मपत्नी भी വിശ്വകിഷോർ ഭാവുവിനെ എല്ലാവരും ഭാവു എന്ന് വിളിച്ചിരുന്നത് പോലെ സന്ത്രി ദാദിയും ഭാവു എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. मादेश्वरी जी और पिताश्री जी से भिन्न भिन्न करूम और परिवारों से आए हुए सभी यज्ञवത്സവും का അടുത്ത അത്ഭുതം എനിക്ക് തോന്നിയത് മാതേശ്വരിയെയും പിതാശ്രീയെയും വിഭിന്ന കുടുംബങ്ങളിൽ നിന്ന് വന്ന എല്ലാ യജ്ഞപുത്രരും മമ്മയും ബാബയെയും തങ്ങളുടെ അലൗകിക മാതാവും പിതാവും എന്ന സംബന്ധത്തിൽ തന്നെ ഉറച്ച ബന്ധുത്വം എല്ലാവർക്കും ബാബയോടും മമ്മയോടും ഉണ്ടായിരുന്നു. जैसे शारीरिक जन्म लेने वाले बच्चों का अपने लौकिक माँ बाप के साथ होता है. ഒരു ലൗകിക കുടുംബത്തിൽ ജനിച്ച കുട്ടികൾക്ക് തങ്ങളുടെ മാതാപിതാവിനോടുണ്ടായിരുന്ന അതേ ഉറച്ച ബന്ധം യജ്ഞപുത്രർക്കെല്ലാം ബാബയോടും അമ്മയോടും ഉണ്ടായിരുന്നു. നഹി നഹിം പൈസ പറയുന്ന അല്ലല്ല, ഞാൻ പറഞ്ഞ വാക്കുകൾ കുറച്ചും കൂടി തിരുത്തി പറയാണ്. वो उससे भी लाख गुना अधिक ലൗകികത്തിൽ മക്കൾക്ക് മാതാപിതാവിനോടുണ്ടായിരുന്ന സ്നേഹവാത്സല്യത്തെക്കാളും 1,00,000 മടങ്ങ് അധികമായിരുന്നു പിതൃസ്നേഹവും മാതൃസ്നേഹവും യജ്ഞപുത്രർക്ക് മമ്മയോടും ബാബയോടും ഉണ്ടായിരുന്നത്. അത്ര ഉറച്ച ബന്ധമായിരുന്നു. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിജി തൻ്റെ ജീവിതത്തിൽ ലൗകിക ധർമ്മപത്നിയെ മാതാവിൻ്റെ രൂപത്തിൽ പിന്നീട് കണ്ടിരുന്നു എന്ന്. അതേ ദൃഷ്ടികോണായിരുന്നു സ്വാമി രാമകൃഷ്ണ പരമഹംസർക്ക് തൻ്റെ ധർമ്മപത്നിയെ മാതാവിൻ്റെ രൂപത്തിലാണ് കണ്ടിരുന്നത്, ശാരദാ മാതാവ്. परंतु यहाँ तो हरेक यज्ञ वर्ष में यही धारणा थी. ആ മഹാത്മാക്കളുടെ ജീവിതത്തിൽ നമ്മളിത് കേട്ടിട്ടുണ്ട്. സ്വന്തം ധർമ്മപത്നിയെ രണ്ടുപേരും മാതാവിൻ്റെ രൂപത്തിൽ കണ്ടു. ഗാന്ധിജി കുറേ സമയത്തിന് ശേഷമാണ് അങ്ങനെ കണ്ടത്. പക്ഷേ ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടക്കം മുതലേ മാതൃസ്ഥാനത്താണ് കണ്ടത്, ശാരദാ മാതാവിനെ. പക്ഷേ ഇവിടെ എനിക്ക് കണ്ട അത്ഭുതം, അവർ മഹാത്മാക്കളാണ്. പക്ഷെ ഇവിടെ യജ്ഞപുത്രർ എല്ലാവരുടെ ഉള്ളിലും ഈ ധാരണ ഉറച്ചതായിരുന്നു. संसार के कुछ देहाभिमानी लोगों के लिए ये बात, പക്ഷേ ആ സമയത്ത് ലോകത്തിൽ ലൗകിക് ലോകത്തിൽ ദേഹാഭിമാനത്തിൽ ജീവിക്കുന്നവർക്ക് ചിലപ്പോൾ ഈ വിഷയം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകുമായിരിക്കും. परंतु मेरे लिए तो इस बात का साक्ष्य था कि वे यज्ञवल्स दैहिक संबंधों से, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം യജ്ഞപുത്രർക്ക് ദേഹസംബന്ധങ്ങളിൽ അല്പം പോലും മോഹമോ മമതയോ ഇല്ലാതെ ഉയർന്ന സ്ഥിതിയിലേക്ക് എത്തിയ അവർ സർവരെയും ആത്മബന്ധുത്വത്തിൽ വീക്ഷിക്കുകയും ഇടപഴകുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ सबके साथ अलौकिक ही संबंध मानते हुए ലൗകിക ബന്ധുമിത്രാദികളോടും അലൗകിക സംബന്ധം നിറവേറ്റുന്നത് കണ്ടപ്പോൾ യോഗമാർഗമേ ദൃഢപ്രതിജ്ഞ വ്യക്തി थे. എനിക്ക് മനസ്സിലായി ഇവരുടെ എല്ലാം ജീവിതം യോഗമാർഗത്തിൽ വളരെ ദൃഢതയുള്ള വ്യക്തിത്വങ്ങളാണിവർ. യഥാർത്ഥ യോഗി ജീവിതമാണ് ഇവർ ജീവിക്കുന്നതെന്നാണ് എനിക്ക് അവരെ പ്രതിയെല്ലാം തോന്നിയത്. ബാബ के द्वारा गीता ज्ञान प्राप्त कर ये उनके नष्टो मोह स्मृति लब्ध बनने का प्रमाण था. ബ്രഹ്മബാബയുടെ ഇത് ഗീതാജ്ഞാനം പ്രാപ്തമായതിനു ശേഷം മോഹം നഷ്ടപ്പെട്ട അർജുനൻ്റെ സ്മൃതി സ്വരൂപനായ
അർജുനൻ്റെ അതേ അവസ്ഥയാണ്. ആ അർജുനനായിട്ടാണ് എനിക്ക് ബ്രഹ്മബാബയെ തോന്നിയത്. उनकी विदेह अवस्था की ओर उन्मुख होने का सूचक था. ബാബ തൻ്റെ വിദേഹ അവസ്ഥയിലേക്ക്, ദേഹത്തിൽ നിന്ന് വേറിട്ട അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ സൂചനയായിരുന്നു. और इस विषय में उन सभी के सामने आदर्श थे പിതാശ്രീ ഒരു മാതാശ്രീ. ഈ വിഷയത്തിൽ എല്ലാവരുടെയും മുന്നിൽ ആദർശ വ്യക്തിത്വമായിരുന്നു പിതാശ്രീയുടെയും മാതേശ്വരിയുടെയും. എല്ലാവർക്കും മുന്നിൽ മാതൃകയായിരുന്നു മമ്മ ബാബ. അലൗകിക സംബന്ധത്തിൽ, നഷ്ടമോഹ ജീവിതത്തിൽ, വിദേഹാവസ്ഥയിലേക്കുള്ള പ്രയാണത്തിൽ, എല്ലാറ്റിലും രണ്ടുപേരും മുഴുവൻ കുടുംബത്തിന്, കുടുംബാംഗങ്ങൾക്ക്, മക്കൾക്ക് മാതൃകാപരമായ ജീവിതം ജീവിച്ചിരുന്നു. ഇനി മറ്റൊരു സംഭവം, ബ്രഹ്മബാബയുടെ കർം ഭോഗ് ഭി സേവാക്ക സാധൻ. ബ്രഹ്മബാബയ്ക്ക് ശരീരത്തിൻ്റെ രോഗങ്ങൾ കൊണ്ടുള്ള കർമ്മഭോഗ സമയം പോലും സേവനത്തിനുള്ള മാർഗമായി ഉപയോഗിച്ചിരുന്നു. ബാബ അതിനെ തൻ്റെ രോഗമായിട്ട് കണ്ടിട്ടില്ല, പകരം സേവനത്തിന് ഒരു നിമിത്തം മാത്രമായിട്ടാണ് ബാബ രോഗത്തെ കണ്ടത്. അതിനെക്കുറിച്ചാണ് ഇനി നമുക്ക് കേൾക്കാം. ചുവടിൽ ബാബയുടെ ഇന്ദ്രജാലങ്ങൾ ദർശിക്കാം. ഞാനീ പറയുന്ന സംഭവം 1956 ജൂൺ മാസത്തിലേതാണ്. തബ് ബാബയ്ക്ക് ശാരീരിക ആയു, അപ്പോഴേ ബാബയുടെ ശരീരത്തിൻ്റെ പ്രായം ഏകദേശം 78-79 വയസ്സുണ്ടാവും. പെട്ടെന്ന് ബാബയ്ക്കൊരു ശാരീരിക വ്യാധി ഉണ്ടായി. അബൂലെ ലോക്കൽ ഡോക്ടർ പറഞ്ഞു, അദ്ദേഹം സിവിൽ സർജനാണ്. അദ്ദേഹം ബാബയെ നോക്കിയിട്ട് പറഞ്ഞു, ഉടൻ തന്നെ പിതാശ്രീയെ ബോംബെയിലേക്ക് കൊണ്ടുപോകണം. കാരണം അവിടെ മാത്രമേ വലിയ ആശുപത്രിയുള്ളൂ. ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളും ആധുനികമായത് അവിടെയുള്ളൂ. ഡോക്ടറിൻ്റെ മുഖം വളരെ ഗംഭീരത ആർന്ന ചിത്രമായിരുന്നു. അപ്പോൾ കുറച്ച് ചിന്ത അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണപ്പെട്ടു. ഡോക്ടർ പറഞ്ഞു, ബാബയ്ക്കൊരു ഓപ്പറേഷൻ വേണ്ടി വരും. പക്ഷേ ഈ 78-79 വയസ്സ്, ഇത്രയും വാർദ്ധക്യത്തിൽ ഇത്രയും വലിയൊരു ഓപ്പറേഷൻ ബാബയ്ക്ക് ചെയ്യേണ്ടി വരിക, ആ ഓപ്പറേഷനിൽ വളരെ കുറച്ച് പേര് മാത്രമേ സക്സസ്ഫുള്ളായിട്ട് ഓപ്പറേഷൻ പൂർത്തിയാക്കിയിട്ടുള്ളൂ ഈ പ്രായത്തിൽ. ഡോക്ടർ പറയുന്നതെല്ലാം കേട്ടിട്ട് യജ്ഞപുത്രരുടെ എല്ലാവരുടെയും മനസ്സിൽ ചില വിചാരങ്ങളുണ്ടായി. बाबा के प्रति അതീവ അലൗകിക് സ്നേഹക്കെ കാരണം, യജ്ഞത്തിലെ മക്കൾക്കെല്ലാം ബാബയോടുള്ള അതീവമായ അലൗകികമായ സ്നേഹം കാരണം മക്കളുടെ എല്ലാം മനസ്സ് കുറച്ച് വിഷമം കൊണ്ട് നിറഞ്ഞു. परंतु जब वो वल्स बाबा की ओर देखते थे, മനോവിഷമത്തോടുകൂടി ബാബയെ നോക്കുന്ന സമയത്ത് കുട്ടികളെല്ലാവരും അത്ഭുതപ്പെട്ടു ബാബയുടെ മുഖം കണ്ടിട്ട്. ബാബ കെ ചമക്തേ ചെഹരെ പർ അസ്വസ്ഥത അഥവാ കഷ്ടക്കെ കൊയ് ബി ചിഹ്ന ന മിൽത്തേ ഥേ. എല്ലാവരും ദുഃഖത്തോടെ ബാബയെ നോക്കുമ്പോൾ, വിഷമിച്ച് നോക്കുമ്പോൾ ബാബയുടെ മുഖത്ത് തൻ്റെ ശാരീരിക അസ്വസ്ഥതയുടെയോ വേദനയുടെയോ ഒരു അടയാളം പോലും ബാബ കാണിച്ചിരുന്നില്ല. ഇത് മക്കളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. അജൽ സ്ഥിതി ഥേ, ബാബയുടേത് ഇളകാത്ത സ്ഥിതിയായിരുന്നു, അചഞ്ചലമായ അവസ്ഥ. ജബ് കൊയ് വത്സ്, യജ്ഞപുത്രന്മാരിൽ ആരെങ്കിലും ബാബയുടെ മുറിയുടെ കർട്ടൻ
പതുക്കെ നീക്കി ബാബയെന്ന് നോക്കുകയാണെങ്കിൽ, അസുഖമായിട്ട് ബാബ കിടക്കുമ്പോൾ കർട്ടൻ നീക്കിയിട്ട് ബാബ എങ്ങനെയുണ്ടെന്ന് എത്തി നോക്കുന്ന സമയത്ത് ബാബയുടെ നയനങ്ങളിൽ സ്നേഹം നിറഞ്ഞ് മധുരമായ പുഞ്ചിരി കാണാമായിരുന്നു. ഒപ്പം ബാബ ദൃഷ്ടി കൊടുത്തുകൊണ്ടിരുന്നു. അഥവാ കുട്ടികൾ ബാബയുടെ കിടക്കയ്ക്ക് അരികിൽ പോയി നിൽക്കുകയാണെങ്കിൽ കുട്ടികളുടെ മുഖത്ത് വളരെ ഗംഭീരമായ ചിന്തയുടെ സൂചന മുഖത്ത് കാണുമ്പോൾ തന്നെ ബാബ ജൈസി ഹി മധുര ആവാസ്മേ, ഉടൻ തന്നെ ബാബ മധുരമായ ശബ്ദത്തിൽ വിളിക്കും, ഹാ ഠീക് ഹും, ഏ തോ ആപ് ജാൻതേ ഹോ കി ഏ പുരാന ശരീർ ഹൈ. ബാബ അങ്ങോട്ട് പറയും കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ, കുട്ടികളെ ലൈറ്റാക്കാൻ വേണ്ടിയിട്ട്, ബാബ ഓക്കെയാണ്. ബാക്കി കുട്ടികൾക്കറിയില്ലേ ബാബയുടെ ശരീരം വളരെ പഴയ ശരീരമല്ലേ, പഴയ വസ്തു ആകുമ്പോൾ പലതവണ തുന്നിയിട്ടേ ഉപയോഗിക്കാൻ കഴിയും. ബാക്കി ബാബയ്ക്കൊന്നും തന്നെയില്ല. കുട്ടികളെ ചിന്തയിൽ നിന്ന് മുക്തമാക്കൂ. ജബ് ബാബ ഈ ശബ്ദ കഹ് രഹേ തോ ബാബ കെ ചെഹ്റേ പർ, ബാബ ഇങ്ങനെ കുട്ടികളോട് സംസാരിക്കുമ്പോഴൊക്കെ ബാബയുടെ മുഖത്ത് ആ തിളക്കം കാണാമായിരുന്നു. സന്തോഷം, അതേപോലെ ഫ്രഷ്നെസ് എപ്പോഴും ബാബയ്ക്കുണ്ടായിരുന്നു. ഒരു കുറവും ബാബയിൽ ഫീൽ ചെയ്യുമായിരുന്നില്ല. ബുദ്ധിമുട്ടുകളൊന്നും, ശരീരം നൽകിയ കർമ്മഭോഗത്തിൻ്റെ വേദനയുടെ കഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒരു ലേശം പോലും ബാബയുടെ മുഖത്ത് പ്രകടമായിരുന്നില്ല. എൻ്റെ അർത്ഥം എന്തായിരിക്കും? അത്രത്തോളം അപാരമായ സഹനശക്തി ബാബയുടെ ഉള്ളിലുണ്ടായിരുന്നു. ഭലേ ഹി ബാബ രാത് ഭർ ശാരീരിക് യാതന കെ കാരണം ജാഗ്തേ രഹത്തെ ഥേ. രാത്രികൾ മുഴുവൻ പല ദിവസങ്ങളും ശാരീരിക വേദന കാരണം ബാബ ഉറങ്ങാതിരുന്നിട്ടുണ്ട്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ബാബയുടെ മുഖത്ത് ആ ഉറങ്ങാതിരുന്നതിൻ്റെ ക്ഷീണം അല്പം പോലും അടയാളം കാണിച്ചിരുന്നില്ല. ഞാൻ ഇന്നലെ രാത്രി വേദന കൊണ്ട് ഉറങ്ങിയിരുന്നില്ല എന്ന് മുഖം കണ്ടാൽ പറയുമായിരുന്നില്ല. അത്ര ഫ്രഷ്നെസ് ആയിരുന്നു രാവിലെയും മുഖത്ത് നോക്കിയാൽ. ഓർ സദാക്കി തരഹ് ഉൻകെ ബോൽ പ്യാർ ഭരേ ഹി ഥേ. രോഗി അവസ്ഥയിലും ബാബയ്ക്ക് സാധാരണ നമുക്ക് രോഗം വരുമ്പോൾ ഒരു പിറുപിറുപ്പല്ലേ, കാരണം ശാരീരിക അസ്വസ്ഥ ഉണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അത് മുഖത്തും കാണിക്കും, സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ഇറിറ്റേഷൻ കാണിക്കുമല്ലോ. പക്ഷേ ബാബ വൃദ്ധനായിരുന്നിട്ട് പോലും പിറുപിറുക്കലുണ്ടായിരുന്നില്ല ബാബയ്ക്ക്. രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകളിലും ബാബ വളരെ മധുരമായി തന്നെയാണ് സംസാരിച്ചിരുന്നത്. ബാബ की स्थिति सूक्ष्म रूप में सब वर्षों को ये प्रेरणा दे रहे थे. അപ്പോൾ ഭായ് സാബ് പറയണേ, ബാബ രോഗി അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് സൂക്ഷ്മത്തിൽ എല്ലാ യജ്ഞപുത്രർക്കും അതും ഒരു പാഠമായിരുന്നു. ഇങ്ങനെയാണ് ബാബ പഠിപ്പിച്ചത്. ബാബ ക്ലാസ് എടുത്ത് പറഞ്ഞല്ല ഒന്നും പഠിപ്പിച്ചത്. ബാബയുടെ ജീവിതത്തിൽ ഓരോ ഘട്ടവും ബാബ താണ്ടിയത് തന്നെ കുട്ടികൾക്ക് ലെസനായിരുന്നു. മായയ്ക്ക് അതിരിക്ത് കായാഭി എന്ത് ലെസൺ കൊടുത്തു? മായയിൽ ഭ്രമിതമായ ശരീരം, രോഗഗ്രസ്തമായ ശരീരം, ഇതൊരു മായയാണ്. ആ സമയത്ത് പോലും യദി കഠിൻ പരീക്ഷയ്ക്ക് സ്ഥിതി സാമനെ ആയേ, എത്ര കഠിനമായ ഒരു പരീക്ഷ തൻ്റെ മുന്നിൽ വന്നാലും ദേഹസേ ന്യാരി ഹോക്കർ ആത്മിക് സ്ഥിതിമേ, ആ സമയത്തും ദേഹത്തിൽ നിന്ന് വേറിട്ട് ആത്മസ്ഥിതിയിൽ ഇരുന്ന് പരംപിത പരമാത്മാവിൻ്റെ സ്മൃതിയിൽ നിലനിൽക്കുന്നതിൻ്റെ അഭ്യാസം ബാബയിൽ എത്ര പരിപക്വമായിരുന്നു എന്നും അത് നമ്മൾ ഓരോരുത്തരിലും എത്രത്തോളം ആ പരിപക്വതയുടെ ആവശ്യമുണ്ടെന്നും കാണിച്ചു തരികയായിരുന്നു ബാബ. ആ അവസ്ഥ നമുക്കുണ്ടെങ്കിൽ രഞ്ജ് മാത്ര ഭി ഹമാരി സ്ഥിതിക്കോ ബിഗാഡ് ന പായ്. ദേഹത്തിൽ നിന്ന് വേറിട്ട് പരംപിത പരമാത്മാവിൻ്റെ സ്മൃതിയിലിരിക്കുന്ന പക്ക അഭ്യാസമുണ്ടെങ്കിൽ
ഏത് തരത്തിലുള്ള വിപരീത പരിതസ്ഥിതിക്കും നിങ്ങളെ ഇളക്കാനോ അസ്വസ്ഥമാക്കാനോ കഴിയുകയില്ല എന്ന പാഠമാണ് ബാബ ഈ അവസ്ഥയിലൂടെ കാണിച്ചു തന്നത്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള സാഹചര്യം ക്രോസ് ചെയ്യേണ്ടി വരുമല്ലോ. നമ്മൾ നോക്കണ ഒരു ചെറിയ ജലദോഷം വന്നാൽ തന്നെ നമ്മൾ എത്ര ഇറിറ്റേറ്റഡ് ആവാറുണ്ട് ഇപ്പോഴും. ഒരു പനി വന്നാലോ, കുറച്ചുകൂടെ വലിയ അസുഖം വന്നാലോ. ഓരോ പേപ്പർ, അസുഖത്തിൻ്റെ മാത്രമല്ല, ഏതൊരു പേപ്പർ വരുമ്പോഴും ആ പേപ്പർ ഉണ്ടാക്കിയ അസ്വസ്ഥതകൾ എൻ്റെ പെരുമാറ്റത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ട്, എൻ്റെ വിചാരധാര എങ്ങനെ മാറണു, സംസാര രീതി, പെരുമാറ്റം, ബന്ധങ്ങൾ. മിക്കവാറും ബന്ധങ്ങളൊക്കെ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കേടുവരുത്തുക. ബാബയുടേത് ആ സമയത്തെ സ്ഥിതിയിലൂടെ ഈ ലെസണാണ് ബാബ നമുക്ക് തരുന്നത്. ഏതാ ലെസൺ? വളരെ കാലത്തെ ആത്മിക സ്ഥിതിയിലൂടെ പരമാത്മസ്മൃതി, ദേഹത്തുനിന്ന് വേറിടാനുള്ള അഭ്യാസത്തിലൂടെ പരമാത്മസ്മൃതിയിലൂടെ ഉണ്ടാക്കിയെടുത്ത പരിപക്വാവസ്ഥ. അതാണ് നമുക്ക് സമയത്ത് ഉപകാരത്തിൽ വരിക പരീക്ഷയിൽ. മുംബൈ ജാനെ കെ ലിയെ വിദ. അടുത്തത് ബോംബെയിലേക്ക് ബാബ യാത്ര പറയുന്ന രംഗം. ഓപ്പറേഷന് വേണ്ടി പോകുമ്പോൾ മധുബൻ കുട്ടികളോട് യാത്ര ചോദിക്കുന്നത്. ഡോക്ടർ की राय के अनुसार मुंबई में तार तो करा ही दी थी. കാരണം ഈ സമയത്തൊക്കെ ഭായ്സാബ് ഉണ്ടല്ലോ. 52 ഭായ്സാബ് ജ്ഞാനത്തിൽ വന്നല്ലോ ജഗദീഷ് ഭായ്. അപ്പോൾ ആ സംഭവങ്ങൾക്കെല്ലാം ദൃക്സാക്ഷിയാണ്. അതുകൊണ്ടാണ് അതെല്ലാം അങ്ങനെ സ്മൃതി പദത്തിൽ സിനിമ കാണുന്നത് പോലെ ഭായ്സാബിന് ഓർമ്മ വരികയാണെല്ലാം. സ്വന്തം കൺമുന്നിൽ കണ്ട കാഴ്ച നമ്മുടെ മുന്നിൽ വിവരിക്കുകയാണ്. ഡോക്ടറിൻ്റെ നിർദ്ദേശാനുസരണം ബോംബെയിലേക്ക് ആദ്യം തന്നെ കമ്പി സന്ദേശം നൽകിയിരുന്നു. ബാബയുടെ ചികിത്സയ്ക്കുള്ള ഏറ്റവും നല്ല ഹോസ്പിറ്റലും ഏർപ്പാടുകളുമെല്ലാം ബോംബെയിലുള്ള കുട്ടികൾ നേരത്തെ തന്നെ ചെയ്തു വെച്ചു. കാരണം കമ്പി സന്ദേശം കിട്ടിയതും ബോംബെയിലുള്ള കുട്ടികളുടെ മനസ്സിൽ ചിന്ത വന്നു. അവരുടെയും മുഖം ഗംഭീരമാറുന്നു. ഇവിടെ മധുബനിലെ ബാബയുടെ കുട്ടികൾ, ബാബ വന്ന് ഹാളിൽ ബാബ കിടക്കയിൽ തന്നെ കിടക്കുകയായിരുന്നു. അതായത് ബാബയ്ക്ക് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. എന്നാലോചിച്ച് നോക്കൂ. അപ്പം ബാബ യാത്ര പറയുന്നതും കിടന്നുകൊണ്ട് തന്നെയാണ്. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ബാബ എല്ലാവരോടും യാത്ര പറയുകയായിരുന്നു. ആ യാത്ര പറച്ചിലിൽ ഓരോരോ കുട്ടികളും അടുത്തെത്തുമ്പോൾ ബാബ ചിലർക്ക് ബാബ സ്നേഹത്തോടുകൂടി ഓരോരുത്തർക്കും യജ്ഞപ്രസാദം ടോളി നൽകിയിട്ടാണ് ബാബ പോയത്. പോണതിന് മുമ്പ് ടോളി നൽകുമ്പോൾ ചില കുട്ടികളുടെ കൈകളിൽ ബാബ കൈ കൊടുക്കുന്നുണ്ടായിരുന്നു. ചിലരുടെ ശിരസ്സിൽ ബാബയുടെ വരദാനി ഹസ്തങ്ങൾ വയ്ക്കുന്നുണ്ടായിരുന്നു. ചില കുട്ടികൾക്ക് ബാബ കൈകൊണ്ട് തട്ടി തലോടിയിട്ട് സാന്ത്വനിപ്പിക്കുന്നുണ്ടായിരുന്നു. ചില കുട്ടികളോട് ബാബ അവരുടെ ഉള്ളിൽ ഉന്മേഷോത്സാഹം നിറയ്ക്കാനുള്ള വരദാനി വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ബാബ ഓരോരുത്തർക്കും ടോളി കൊടുത്തുകൊണ്ടിരുന്നത്. ആ ദൃശ്യം ഞാൻ നിങ്ങളോട് എങ്ങനെയാണ് വർണ്ണിക്കുക? ബാബയിൽ നിന്ന് ടോളി വാങ്ങുന്ന സമയത്ത് ഓരോരോ കുട്ടികളുടെയും നയനങ്ങൾ നിറഞ്ഞു. സ്നേഹത്തിൻ്റെ കണ്ണുനീർ മുത്തുകൾ ചിലരിൽ നിന്ന് കൊഴിഞ്ഞു. ചിലരിൽ കണ്ണീർ മുത്തുകൾ അങ്ങനെ തന്നെ നിലനിന്നു. കണ്ണിമയ്ക്കാതെ എല്ലാവരും ബാബയിൽ നിന്ന് ദൃഷ്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും എല്ലാവരുടെയും മനസ്സിൽ ഈ ചിന്തയുണ്ടായിരുന്നു, ഇപ്പോൾ വിശ്വരംഗവേദിയിൽ ഏതോ ഒരു പുതിയ ദൃശ്യം കാണാൻ പോകുകയാണ്. ബാബയിൽ നിന്ന് പിതൃ സമാന സ്നേഹം നേടി, ബാബയിൽ നിന്ന് ടോളി വാങ്ങി, മധുരമായ വാക്കുകൾ കേട്ടുകൊണ്ട് ബാബ സർവരെയും സന്തോഷിപ്പിച്ചിരുന്നു. എന്നാൽ
ഈ സന്തോഷത്തിൽ, ഇന്നത്തെ ഈ സന്തോഷത്തിൽ, സന്തോഷത്തിനോടൊപ്പം മറ്റ് ചില അലകളും എല്ലാവരുടെയും ഹൃദയത്തിൽ അലയടിക്കുന്നുണ്ടായിരുന്നു. മറ്റ് ചില അല പറഞ്ഞ് അല്പം വിഷമവും എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന. ബാബ സന്തോഷിപ്പിച്ചു, പക്ഷേ ആ സന്തോഷത്തിലും കുട്ടികൾക്ക് കുറച്ച് വേദനയുണ്ടായിരുന്നു. എല്ലാവരുടെയും മനസ്സ് കമ്പിയില്ല കമ്പിയാൽ ശിവബാബയുമായി യോജിപ്പിക്കപ്പെട്ടു. ബാബയോട് വളരെ വിനയത്തോടു കൂടി എല്ലാവരും നിവേദനം സമർപ്പിച്ചു. എന്താ നിവേദനം? എല്ലാവരും ശിവബാബയോട് പറയുകയായിരുന്നു, ബാബാ, ഞങ്ങളിപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്, ചെറിയ തൈകൾ വെച്ച് പിടിപ്പിച്ചിട്ടേയുള്ളൂ. ഞങ്ങൾ ചൈതന്യ പുഷ്പങ്ങൾ ഈ സാകാര രൂപത്തിലൂടെ അങ്ങയുടെ ലാളനകളും പാലനകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ബാബയ്ക്ക് അറിയാമല്ലോ. എങ്കിലും ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ഇച്ഛകൾ, മറ്റെല്ലാ ഇച്ഛകളെയും ത്യാഗം ചെയ്തു കഴിഞ്ഞു ബാബ. പക്ഷേ ഒരു ശുഭ ഇച്ഛ ഞങ്ങളെല്ലാവരും ചേർന്ന് ബാബയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഈ നയനങ്ങൾ, ബ്രഹ്മാവിൻ്റെ ഈ നയനങ്ങളിലൂടെ പുരുഷോത്തമ സംഗമയുഗത്തിൻ്റെ അവസാന നിമിഷം വരെ ഈ സാകാര രൂപത്തിലൂടെ അങ്ങയുടെ അലൗകിക ചിത്രവും ചരിത്രവും കാണാനും അനുഭവിക്കാനും ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാക്കി തരണം. ഇത് ഞങ്ങളുടെ നമ്ര നിവേദനമാണ് എന്നെല്ലാ ഹൃദയങ്ങളും ഒരുമിച്ച് ചേർന്ന് ശിവബാബയുടെ അടുത്ത് മന്ത്രിച്ചുകൊണ്ടിരുന്നു. ഇപ്രകാരമുള്ള വിചാരങ്ങൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. എല്ലാവരുടെയും മുഖത്ത് ബാബ യാത്ര ചോദിക്കുന്നതിൻ്റെ വിഷമമുണ്ടെങ്കിലും ബാബ എത്രയും വേഗം തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ എല്ലാ കുട്ടികളും ബാബയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് ഉള്ള യാത്രയയപ്പ് നൽകി. परंतु बाबा ने वहाँ ऐसे वातावरण को क्षण भर में, പക്ഷേ ഭൈസാബ് പറയണേ, ഇപ്രകാരം കുട്ടികളുടെ മനോപടലങ്ങളിൽ എന്താ നടക്കണമെന്ന് ബാബയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ ബ്രഹ്മ ബാബ എന്ത് ചെയ്തു? ഉടൻ തന്നെ അന്തരീക്ഷത്തെ മാറ്റിയെടുക്കുന്ന തരത്തിൽ, ബാബ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുന്ന തരത്തിൽ സംസാരിച്ചുകൊണ്ട് അന്തരീക്ഷത്തെ ലൈറ്റാക്കി മാറ്റി. എല്ലാവരുടെയും ഹൃദയവേദനയെ മാറ്റുന്ന തരത്തിൽ ബാബ സംസാരിച്ചു. ബാബ എന്താ സംസാരിച്ചതെന്ന് നാളെ നമുക്ക് കേൾക്കാം. ഓം ശാന്തി. ഇന്നെന്താണ് ബാബ മധുരമായ മഹാവാക്യം നൽകിയത്? എന്താണ് ഹൃദയത്തിൽ സ്പർശിച്ചത് എനിക്ക്? ആ ഹൃദയസ്പർശിയായ സംഭവത്തെ, മഹാവാക്യത്തെ സ്മരിക്കാം. आबू का तीरथ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा। मधुबन तुम्हारी बाट निहारे, आ जाओ ब्रह्मा बाबा हमारे, आना ही होगा।
आबू का तीर्थ तुमको पुकारे, आ जाओ ब्रह्मा बाबा हमारे। आना ही होगा, आना ही होगा, आना ही होगा। चारों तरफ आज दुख की घड़ी है, आओ तुम्हारी जरूरत पड़ी है। चारों तरफ आज दुख की घड़ी है, आओ तुम्हारी जरूरत पड़ी है। दुनिया की नौका, दुनिया की नौका लगा दो किनारे, आ जाओ ब्रह्मा बाबा हमारे। आना ही होगा, आना ही होगा, आना ही होगा। बेचैन है आज धरती के वासी, घर घर है चिंता, घर घर उदासी। बेचैन है आज धरती के वासी, घर घर है चिंता, घर घर उदासी। बरसा दो खुशियाँ, ओ बरसा दो खुशियाँ दुआरे।